ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. വിദ്യേട്ടത്തി എന്റെ വന്ദനയെ കള്ളിയാക്കാൻ വേണ്ടി നോക്കിയതാ അല്ലേ? ഇപ്പൊ ആരാ കള്ളിയായത്? വിദ്യേട്ടത്തി. കള്ളി. ഇതേതാ ഈ മാല? ഈ മാല എങ്ങനെ ഇവിടെ വന്നു? ഇതിവിടുത്തെ അമ്മയുടെ മാലയാണല്ലോ. അപ്പൊ അതാണ് കഥ. വന്ദന അറിയാതെ ഈ മാല വിദ്യേട്ടത്തി ഈ അലമാരിക്കകത്ത് ഒളിപ്പിച്ചു വെച്ചതാ. അതേ വന്ദന. വന്ദന കുളിക്കുന്ന സമയം നോക്കി ഒളിച്ചു വന്നതാ. ഭാഗ്യത്തിന് എന്റെ കണ്ണിപ്പെട്ടു. ഈ മാല ഇരിക്കാനുള്ളത് ഇവിടെയല്ല. ഇപ്പൊ മനസ്സിലായോ ആ മാല എങ്ങനെ ഇവിടെ വന്നു? വിദ്യേട്ടത്തി എന്റെ വന്ദനയെ കള്ളിയാക്കാൻ വേണ്ടി നോക്കിയതാ അല്ലേ? ഇപ്പൊ ആരാ കള്ളിയായത്? വിദ്യേട്ടത്തി. കള്ളി. കള്ളി കള്ളി. ആ ഇതേ, എനിക്കൊന്ന് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണം. വാ വന്ദനെ, വാ വാന്ന്. ചാടി. ശാപം പിടിച്ച ജന്മം, ജാതക ദോഷക്കാരി, കൂടെ കള്ളി എന്ന സ്ഥാനപ്പേര് കൂടെ കിട്ടിയനെ. വന്ദനെ, ജഗൻ ബുദ്ധിപരമായിട്ട് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അതോ സംഭവിക്കുമായിരുന്നു. ജനിച്ചു വീഴും മുന്നേ ഹരിതയുടെ കുഞ്ഞിനെ കൊന്നവളെന്ന പേരുണ്ടല്ലോ. ഹരിതയും കൂട്ടുപിടിച്ച് വന്ദനയെ കൊടുക്കാൻ ഇറങ്ങി തിരിച്ചതാ വിദ്യേട്ടത്തി. എന്നിട്ട് എന്തായി? അവര് കുഴിച്ച കുഴിയിൽ അവര് തന്നെ വീണു. ഇനി പെട്ടെന്നൊന്നും അവര് പുതിയ അടവുകളായിട്ട് ഇറങ്ങില്ല.
ആ രീതിയില്ല അച്ഛൻ കാരണം പൊളിച്ചത്. ഞാൻ അതല്ല വന്ദനെ ആലോചിക്കുന്നത്. ഞാൻ വന്ദനെ ഇഷ്ടപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്ന ആളും എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളും വിദ്യാർത്ഥിയാ. ആ വിദ്യാർത്ഥിയുടെ പെട്ടെന്നുള്ളൊരു മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഇനി വിദ്യാർത്ഥിയുടെ സ്ഥാനം വന്ദന തട്ടിയെടുക്കുന്നുള്ള ഭയമായിരിക്കോ? ജഗ, ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങള്, ഒന്നും ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങള് നമ്മുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോ നമ്മൾ തളർന്നു പോവും. തളർച്ച വരാം, പക്ഷെ തകരരുത്. കിതപ്പ് മാറ്റി മുന്നോട്ട് പോണം. മനസ്സുകൊണ്ട് വന്ദന എന്നെ ഭർത്താവായിട്ട് അംഗീകരിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. എന്നാലും നീ തളർന്നു വിടാതെ നോക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും ഈ ഞാനാ. മരണം വരെയും നിന്റെ കൂടെ ഞാനുണ്ടാവും. ഞാൻ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ടത് എന്റെ ബാഹ്യമായ സൗന്ദര്യമല്ല. ബാഹ്യമായ സൗന്ദര്യം ഒരു പുരുഷനെ ഇത്രത്തോളം അടുപ്പിക്കില്ല. നിന്റെ ഡ്രസ്സിങ്, നടത്തം, സംസാരത്തിലെ വിനയം, എന്തും സഹിക്കാനുള്ളൊരു മനസ്സ്, ഇതൊക്കെയാ എന്ത് വില കൊടുത്തും വന്ദനെ സ്വന്തമാക്കണമെന്ന് എന്നിൽ ഉറപ്പിച്ച ഘടകങ്ങൾ. ആ വന്ദന തളർന്നു പോകരുത്. ഒരു ജന്മത്തിൽ അനുഭവിച്ചു തീർക്കാനുള്ള വേദനകളൊക്കെ അനുഭവിച്ചു തീർത്തവളാ ഞാൻ. അതുകൊണ്ടിപ്പോ എനിക്ക് എന്തു സഹിക്കാനുള്ളൊരു മനസ്സുണ്ട്. കള്ളി എന്ന് പേര് വിടാതെ ജഗൻ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്തിനാ വിദ്യാർത്ഥി അബദ്ധമൊക്കെ കാണിച്ച്? ഇതിപ്പോ വടി കൊടുത്ത് അടി മേടിച്ചതുപോലെ ആയില്ലേ? ഞാൻ വന്ദനയ്ക്ക് വെച്ച കെണിയ ബൂമറാങ് പോലെ എനിക്ക് വന്ന് പതിച്ചത്. ഏതായാലും വിദ്യാർത്ഥി കാണിച്ചത് ഏറ്റവും വലിയ മണ്ടത്തരമായിപ്പോയി. ഇനി ഞാൻ ഇവിടെ അധികം നേരം നിൽക്കുന്നില്ല. അല്ലെങ്കിൽ അവര് വിചാരിക്കും വിദ്യാർത്ഥിയുടെ കൂടെ ഞാനും കൂടി ചേർന്ന് ചെയ്തതായിരിക്കുമെന്ന്. ഹരിതേ, പിന്നല്ലാതെ. അമ്മ ഇന്ന് സംസാരിച്ചപ്പോ മുന വെച്ച് ചില വാക്കുകൾ പറഞ്ഞു. എന്തു പറഞ്ഞു? വിദ്യാർത്ഥി പല അടവും പഠിച്ചവളാണെന്നും വിദ്യാർത്ഥിയുടെ കൂടെ നടന്ന ഞാനും കൂടെ ചീത്തയായി പോവെന്ന് പറഞ്ഞു. അമ്മ അങ്ങനെ പറഞ്ഞോ? ഇനി ഇതേപ്പറ്റി ചോദിക്കാനൊന്നും നിക്കണ്ട. പിന്നെ അത് മതി അമ്മ എന്റെ മെക്കെട്ട് കയറാൻ.